ഒരു സിമ്പിൾ ഈസി മെത്തേഡിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയല്ലോ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പം എങ്ങനെ ആരംഭിക്കലാമോ? ആദ്യം തന്നെ ചിക്കൻ കഴുകിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, അതായത് ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണേ, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. മസാല ഒന്ന് ചിക്കന് പിടിക്കാൻ വേണ്ടി ഇച്ചിരി തൈരോട് ഒഴിച്ച് കൂട്ടി ഇളക്കുക. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം, വെക്കണ്ടെങ്കിൽ വെക്കണ്ട, പെട്ടെന്ന് തന്നെ എടുക്കുകയും ചെയ്യാം. പക്ഷേ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനിലോട് മസാല കൂടുതൽ പിടിക്കും. അപ്പുറത്തെ സ്റ്റവ് ഫ്രീ ആയതുകൊണ്ട് മുട്ട പുഴുങ്ങാനിട്ടു. ഞാൻ ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി ചിക്കൻ ഒന്ന് പൊരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ കുറച്ചൊന്ന് ടേസ്റ്റ് കൂടും, പെട്ടെന്ന് അങ്ങനെ ഇളകി വരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയേ. ഇവിടം തൊട്ട് ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബിരിയാണി എത്താം. അടുപ്പ് കത്തിച്ച് കുക്കർ വയ്ക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യും എണ്ണയും ഒഴിക്കുക. പിന്നെ ബിരിയാണി കിറ്റിനകത്തുള്ള പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എല്ലാം കൂടി ഇടുക. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് വഴറ്റുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വിടാൻ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ ആ സമയത്ത് മുട്ട പുഴുങ്ങിയെടുത്തുകൊണ്ട് ഇപ്പുറത്തെ നെയ്യിൽ കശുവണ്ടിയും കിസ്മിസും ഉള്ളിയും വറുത്ത് കോരിയെടുത്തേ. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഏകദേശം നല്ല ബ്രൗണിഷ് കളറായി. ഈ സമയത്തേക്ക് ഒരു തക്കാളിക്ക് 2 പച്ചമുളകും കൂടി മുറിച്ചിട്ട് അതിനകത്തിട്ട് നല്ലതുപോലെ ഇളക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരച്ചിട്ട് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഇളക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ഇട്ട സെയിം പാറ്റേണിൽ മുളക് പൊടികൾ, മസാലകൾ എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയുടെ പച്ചമണം ആകുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ, അല്ലെങ്കിൽ നിങ്ങൾ വറക്കാതെ വെച്ചിരിക്കുന്ന ചിക്കനാണെങ്കിൽ ഇതിനകത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര ഗ്ലാസ് അരിയാണോ എടുത്തിരിക്കുന്നത് അത്രയും ഗ്ലാസ് വെള്ളം തന്നെ ഇതിനകത്ത് ഒഴിക്കുക. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എടുത്തൊഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1 സ്ക്വീസ് നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക. ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ച ബിരിയാണി റൈസ് ഇതിലോട്ടിടുക. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ മറക്കല്ലേ റൈസ്. കുക്കറിൻ്റെ വിസിൽ വെച്ചിങ്ങ് മൂടിയെടുക്കുക. ആ സമയം തന്നെ പപ്പടം പൊള്ളിച്ചിങ്ങ് മാറ്റിയെടുക്കുക. വെറുതെ സമയം കളയണ്ടല്ലോ. അങ്ങനെ പപ്പടം പൊള്ളിച്ച് മാറ്റുമ്പോഴത്തേക്ക് കുക്കറിന് വിസിൽ വരും. അങ്ങനെ കുക്കറിൻ്റെ വിസിലെല്ലാം കഴിഞ്ഞ് അതിൻ്റെ എയറെല്ലാം പോയി കഴിയുമ്പോൾ ഒന്ന് തുറക്കുക. ഒരു മണം വരും എൻ്റെ പൊന്ന് സാറേ. പിന്നെ ഗാർണിഷിങ് പരിപാടി മാത്രമേ ഉള്ളൂ. പുഴുങ്ങിയ മുട്ട വയ്ക്കുക. പിന്നെ നമ്മൾ വഴറ്റിയെടുത്തില്ല, മൂപ്പിച്ചെടുത്ത സവാളയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് വെതറിയെടുക്കുക. പരിപാടി സെറ്റ്. ബിരിയാണിക്ക് വേണ്ട സാധനം എല്ലാം അടുപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ കുക്കർ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ സൺഡേയിലൊക്കെ ഇല്ലേ, ഈ ഉച്ചയ്ക്ക് ഈ ചോറും കറിയും കൂട്ടാനും അങ്ങനെ സമയം കളയുന്നതിന് നല്ലത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു ബിരിയാണി ഉണ്ടാക്കി സമയവും ലാഭിക്കാം, ടേസ്റ്റും ആവും, വയറും നിറയും, മനസ്സും നിറയും. അതല്ലേ നല്ലത്. ഒന്ന് ട്രൈ ചെയ്തിട്ടൊന്ന് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്.